ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിശി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ദിവസം നമുക്ക് ബൈബിൾ ക്വിസ് നടത്തുവാനായിട്ട് സാധിച്ചില്ല. റെക്കോർഡ് ചെയ്യാനൊക്കെ സമയമുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാനായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം എല്ലാവരും സുരക്ഷിതരാണ്. ഇവിടെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എല്ലാവരെയും ദൈവം സൂക്ഷിച്ചു, പരിപാലിച്ചു. വീണ്ടും നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും, ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമയവുമായി ഈ സമയത്ത് നമുക്കതിനായി ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പല പ്രിയപ്പെട്ടവരും, അതായത് ഈ ബൈബിൾ ക്വിസിലൂടെ പരിചയമുള്ള പല പ്രിയപ്പെട്ടവരും വന്ന് സേഫാണോ, വിശേഷങ്ങളൊക്കെ തിരക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ വളരെ സന്തോഷം തോന്നി. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അത് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്ന് ദൈവം എത്രത്തോളം സൂക്ഷിച്ചു, പരിപാലിച്ചു, അത്രേ പറയാനുള്ളൂ. എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. മറ്റു രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സൂക്ഷിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ബൈബിൾ ക്വിസിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിൻ്റെ മക്കളാണെന്ന് സാക്ഷ്യം പറയുന്നത് ആരാണ്? ഓപ്ഷനുണ്ട്. ഓപ്ഷൻ എ ദൂതന്മാർ, ഓപ്ഷൻ ബി പരിശുദ്ധാത്മാവ്, ഓപ്ഷൻ സി പ്രവാചകൻ. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ദൈവത്തിൻ്റെ മക്കളാണെന്ന് സാക്ഷ്യം പറയുന്നവർ ആരാണ്? ഓപ്ഷൻ എ ദൂതന്മാർ, ഓപ്ഷൻ ബി പരിശുദ്ധാത്മാവ്, ഓപ്ഷൻ സി പ്രവാചകൻ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ യേശു, ഓപ്ഷൻ ബി ദൂതൻ, ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ യേശു, ഓപ്ഷൻ ബി ദൂതൻ, ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ്. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നെന്ന് കരുതുന്നു. ആദ്യത്തെ നമ്മുടെ 3 ചോദ്യം ഓപ്ഷനുകളുള്ളതാണല്ലോ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: നീതീകരണം ലഭിക്കുന്നത് എന്തിലൂടെയാണ്? ഓപ്ഷൻ എ പ്രവർത്തികളിലൂടെ, ഓപ്ഷൻ ബി വിശ്വാസത്തിലൂടെ, ഓപ്ഷൻ സി പരിച്ഛേദനയിലൂടെ. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നീതീകരണം ലഭിക്കുന്നത് എന്തിലൂടെയാണ്? ഓപ്ഷൻ എ പ്രവർത്തികളിലൂടെ, ഓപ്ഷൻ ബി വിശ്വാസത്തിലൂടെ, ഓപ്ഷൻ സി പരിച്ഛേദനയിലൂടെ. നാലാമത്തെ ചോദ്യം ഇതാണ്: സർവ്വലോകത്തിലും പ്രസിദ്ധമായത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സർവ്വലോകത്തിലും പ്രസിദ്ധമായത് എന്താണ്? അഞ്ചാമത്തെ ചോദ്യം: പൗലോസ് ഒരേ പദത്താൽ സൂചിപ്പിക്കുന്ന 2 വ്യക്തികൾ ആരെല്ലാമാണ്? പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസ് ഒരേ പദത്താൽ സൂചിപ്പിക്കുന്ന 2 വ്യക്തികൾ ആരെല്ലാമാണ്? പദം ഏതാണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: വിരളമായിരിക്കുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. വിരളമായിരിക്കുന്നത് എന്താണ്? ഏഴാമത്തെ ചോദ്യം: പൗലോസ് എണ്ണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസ് എണ്ണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എട്ടാമത്തെ ചോദ്യം: പൗലോസിൻ്റെ പക്കൽ കണ്ട പ്രമാണം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസിൻ്റെ പക്കൽ കണ്ട പ്രമാണം എന്താണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ദൈവത്താൽ പുകഴ്ച ലഭിക്കുന്നത് ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ദൈവത്താൽ പുകഴ്ച ലഭിക്കുന്നത് ആർക്കാണ്? പത്താമത്തെ ചോദ്യം: ക്ഷമ എന്ന വാക്കിന് സമാനമായി ഈ പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നും, മറ്റ് അധ്യായങ്ങളിൽ നിന്നാണോ? അല്ല, 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യം ഇതാണ്: ക്ഷമ എന്ന വാക്കിന് സമാനമായി ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം
അല്ലെങ്കിൽ ഈ പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം ഏതാണ്? ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ സമാധാനമായിട്ടൊന്ന് കേൾക്കുക. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസ് ജനക്കൂട്ടത്തോട് സംസാരിച്ച ഭാഷ ഏതാണ്? ഉത്തരം ഇതാണ്: എബ്രായ ഭാഷ. 21:40. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോയ സൈന്യാധിപൻ ആരാണ്? ഉത്തരം ഇതാണ്: യൂലിയാസ്. 27:1. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസ് റോമിൽ എത്ര കാലം പാർത്തു? ഉത്തരം ഇതാണ്: 2 വർഷം. 28:29. വർഷവും സംവത്സരവുമെല്ലാം ഒന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ടാണ് സംവത്സരം മാറ്റി വർഷം ചോദിച്ചത്. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ഗൂഢാലോചന ആരാണ് വെളിപ്പെടുത്തിയത്? ഉത്തരം ഇതാണ്: പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ. 23:16. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരാണെന്ന് ചോദിച്ചത് ആരാണ്? ആരോടാണ് ചോദിച്ചത്? ഇതിൻ്റെ ഉത്തരം: ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ചോദിച്ചത് പൗലോസാണ്. ആരോടാണ് ചോദിച്ചതെന്ന്? കർത്താവിനോടാണ് ചോദിച്ചത്. 22:7 മുതൽ 10 വരെ നാം ഇങ്ങനെ വായിക്കുന്നു: ശൗൽ, കർത്താവെ, നീ ആരെന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്നവനായ നസ്രയനായ യേശു ആകുന്നു. അപ്പോൾ യേശുവിനോടാണ് ആരാണെന്ന് ചോദിച്ചത്. അവിടെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കർത്താവെ, നീ ആരാകുന്നു എന്നാണ് ചോദിച്ചത്. എന്നാൽ പല പ്രിയപ്പെട്ടവരും ഇതിന് സമാനമായി എഴുതിയേക്കുന്ന മറ്റൊരു ഉത്തരവെന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 23:25 നാം ഇങ്ങനെ വായിക്കുന്നു: താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി. അവിടെ ഒരു എഴുത്ത് മറ്റൊരാൾക്ക് എഴുതിയതാണ് പറയുന്നത്. അതായത് ക്ലൗദ്യോസ് ലൂസിയാസ് രാജശ്രീ ഫെലിക്സ് ദേശാധിപതിക്ക് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തെഴുതുന്നുണ്ട്. അപ്പോൾ പൗലോസിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നാം ഇങ്ങനെ വായിച്ചു വരുന്നു: ഇവൻ റോമക്കാരനെന്ന് അറിഞ്ഞിട്ട് ഞാൻ പട്ടാളത്തോടു കൂടി നേരിട്ട് എന്ന് അവനെ വിടുവിച്ചു. അപ്പോൾ റോമക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് വിടുവിച്ചു എന്ന് ആ കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ആ കത്തിൻ്റെ അവസാനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് 23:34 ഇങ്ങനെ വായിക്കുന്നു: അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരനെന്ന് ചോദിച്ചു. കിലിക്കക്കാരനെന്ന് കേട്ടാറെ. അപ്പോൾ ഏത് സംസ്ഥാനക്കാരനെന്നാണ് ചോദിച്ചത്, അല്ലാതെ നീ റോമക്കാരനോ എന്നല്ല ചോദിച്ചത്. അതായത് കത്തിൽ പറയുന്നത് റോമക്കാരൻ എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വിദേശത്തൊക്കെ നമ്മളായിരിക്കുമ്പോൾ, അതായത് ഞങ്ങളോടൊക്കെ പല പ്രിയപ്പെട്ടവരും ചോദിക്കാറുണ്ട് ഏത് രാജ്യക്കാരനാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഇന്ത്യക്കാരൻ എന്ന് ആദ്യം പറയും. അപ്പോൾ അവൻ ചോദിക്കാറുണ്ട് ഏത് സംസ്ഥാനത്താണെന്ന്. അപ്പോൾ നമ്മൾ പറയും കേരളക്കാരനാണ്, അല്ലെ തമിഴ്നാടാണ്, അല്ലെങ്കിൽ മധ്യപ്രദേശാണ്. അങ്ങനെ പല സംസ്ഥാനത്തെ പേരുകൾ പലരും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ പൗലോസിനോടും റോമക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ശരിയായി വരികയില്ല. അതായത് ആരാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിയോട് ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിക്കുന്നത് അവൻ അറിഞ്ഞുകൊണ്ടല്ല ചോദിക്കുന്നത്. ഇന്ത്യക്കാരനാണെന്ന് അറിയുമ്പോൾ തന്നെ അവൻ ഏത് സംസ്ഥാനക്കാരനാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് പൗലോസിനോടും ചോദിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനക്കാരനാണെന്ന്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസിൻ്റെ ചിന്ത എന്തായിരുന്നു? പ്രവർത്തികൾ 26:9 കാണാം: നസ്രായനായ യേശുവിൻ്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു സത്യം. അപ്പോൾ നസ്രായനായ യേശുവിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്നായിരുന്നു പൗലോസിൻ്റെ ചിന്ത. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: ആരോപിച്ചു, നിഷേധിച്ചു, തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്താണ്? ഇതിൻ്റെ ഉത്തരം കഠിന കുറ്റം എന്നുള്ളതാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: യഹൂദന്മാർ ചുറ്റും നിന്ന് കഠിന കുറ്റം ബോധിപ്പിച്ചു. പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിനെതിരെയാകട്ടെ, ദൈവാലയത്തിന് എതിരെയാകട്ടെ, കൈസറോടാവട്ടെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചതല്ലാതെ ആ കുറ്റങ്ങളെ തെളിയിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. 25:7-8 വാക്യങ്ങൾ. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ജന്മഭൂമി ഉണ്ടായിരുന്നത് ആർക്കാണ്? ഉത്തരം ഇതാണ്: പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക്. 28:7. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു: യെരുശലേമിൽ പൗലോസിനെതിരെ ഉയർന്ന പ്രധാന ആരോപണം എന്തായിരുന്നു?
21-ന്റെ 28 നാം ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പിൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുകൂവി. അപ്പോൾ പൗലോസിനെതിരെ യഹൂദന്മാർ ആരോപിച്ച ആരോപണമെന്ന് പറയുന്നത് എല്ലായിടത്തും യഹൂദന്മാർക്കും മോശയുടെ ന്യായപ്രമാണത്തിനെതിരായിട്ടും ഉപദേശം പറയുന്നു, ജനത്തെ ദേവാലയത്തിലേക്ക് വിരോധിക്കുന്നു, ജാതികളെ ദൈവാലയത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, ജാതികളെ ദൈവാലയത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയെന്നാണ്. ഇതായിരുന്നു പ്രധാന ആരോപണമെന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു, ഈ പാഠഭാഗത്ത് കാണുന്ന കപ്പലുകൾ ഏവ? ഉത്തരം ഇതാണ്. 27-ന്റെ 2 നാം ഇങ്ങനെ വായിക്കുന്നു, അദ്രമുത്യ കപ്പൽ. 27-ന്റെ 6 നാം ഇങ്ങനെ വായിക്കുന്നു, അലക്സാന്ദ്രിയ കപ്പൽ. 28-ന്റെ 11 നാം ഇങ്ങനെ വായിക്കുന്നു, അശ്വിനി ചിഹ്നമുള്ളൊരു അലക്സാന്ദ്രിയ കപ്പൽ. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കേട്ട ഉത്തരത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും ആ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. തീർച്ചയായിട്ടും സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ച പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ഷീജ സണ്ണി, സിസ്റ്റർ ബീന ബോസ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ലിസി സണ്ണി, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ജയ സാമുവൽ, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ ജലജ, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ആശ എ, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ അനു ജോസ്, സിസ്റ്റർ ലിധി തോമസ്, സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ സാൻഡി പൊന്നച്ചൻ, സിസ്റ്റർ സീന സജി, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ അഞ്ചുമി, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ സാസിക, സിസ്റ്റർ സുനിത ഷാജി, ബ്രദർ മാത്യു മിലൻ, സിസ്റ്റർ രാധിക, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ നിഖിത എസ് എൽ, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ ലിസ സുമോത്ത്, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ ആൻസി ബിജു, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ ബീന ജോർജ്. ഈ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ പ്യാരി അജി, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ ആൻസി ബിജു. ഇത്രയും പേരാണ് ഈ ആഴ്ച എല്ലാ ഉത്തരങ്ങളും ശരിയാക്കി വിജയികളായിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അപ്പോൾ എല്ലാവരും വേഗത്തിൽ തന്നെ ഇന്നത്തെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ശ്രമിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ അയക്കുമ്പോൾ അതിനോടൊപ്പം റെഫറൻസ് ആവശ്യമാണ്. എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്.
എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും കർത്താവിൻ്റെ ചിറകളിൽ നമ്മെ ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ. ആമേൻ.